എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം, അല്ല നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒരു AB നെഗറ്റീവ് ആവട്ടെ, ആരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ബ്ലഡ് വാങ്ങിക്കാം, ഏതൊക്കെ ബ്ലഡ് നിങ്ങൾക്ക് കമ്പാറ്റബിൾ ആണ്, മാച്ചിങ് ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ 3 കാര്യങ്ങൾ അറിയണം. ഒന്ന്, നിങ്ങളുടെ ദേഹത്തിലുള്ള ആൻറ്റിജൻ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്ക് സാധാരണ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 3 തരം ആൻറ്റിജൻ ആണുള്ളത്. ഒന്ന് A ആൻറ്റിജൻ, ഇനി B ആൻറ്റിജൻ, ഇനി ഒന്ന് റീസസ് ആൻറ്റിജൻ. റീസസ് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ RH എന്ന് പറയും. റീസസ്, RHESUS, റീസസ് ആൻറ്റിജൻ. അപ്പോൾ ഈ റീസസ് ആൻറ്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് അർത്ഥം. റീസസ് ആൻറ്റിജൻ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ്, അതായത് റീസസ് ആൻറ്റിജൻ നിങ്ങളുടെ ദേഹത്തിൽ ഇല്ലെങ്കിൽ അത് നിങ്ങൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിയാണ്. വളരെ ഈസി. നിങ്ങളുടെ ദേഹത്തിൽ 3 ആൻറ്റിജനും ഉണ്ടെന്ന് വയ്ക്കാം. A ആൻറ്റിജനും ഉണ്ട്, B ആൻറ്റിജനും ഉണ്ട്, പിന്നെ റീസസ് ആൻറ്റിജനും ഉണ്ട്. അപ്പം നിങ്ങൾ AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിയാണെന്ന് അർത്ഥം. നിങ്ങളുടെ ദേഹത്തിൽ ഒരു ആൻറ്റിജനും ഇല്ല, എയും ഇല്ല, ബിയും ഇല്ല, ഈ റീസസ് ആൻറ്റിജനും ഇല്ല. റീസസ് ആൻറ്റിജൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തിയാണ്. എയും ബിയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു O ഗ്രൂപ്പ് വ്യക്തിയാണ്. അപ്പോൾ O നെഗറ്റീവാണ് നിങ്ങൾ ബ്ലഡ്. ഇങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഓരോരുത്തർക്കും വരുന്നത്. അപ്പോൾ ഇത് 3 തരം ആൻറ്റിജന് പല കോമ്പിനേഷൻസ് ഉണ്ട്. എയും ബിയും റീസസ് ആൻറ്റിജൻ ഉണ്ടെങ്കിൽ AB പോസിറ്റീവ്, എയും ബിയും ഉണ്ട്, റീസസ് ആൻറ്റിജൻ ഇല്ലെങ്കിൽ അത് AB നെഗറ്റീവ്. എ ഉണ്ട് പക്ഷേ B ഇല്ല, പക്ഷേ റീസസ് ആൻറ്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ A പോസിറ്റീവ്. B ഉണ്ട്, A ഇല്ല, പക്ഷേ റീസസ് ആൻറ്റിജൻ ഉണ്ട് എങ്കിൽ B പോസിറ്റീവ്. അങ്ങനെ പല കോമ്പിനേഷൻസിൽ ഇത് വരും. മൊത്തം 8 ബ്ലഡ് ഗ്രൂപ്പുകൾ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്, ആരുടെ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. നിങ്ങളുടെ ദേഹത്തിൽ ഉള്ള ഒരു ആൻറ്റിജൻ വേറൊരു വ്യക്തിയുടെ ദേഹത്തിൽ ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ, കോൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ദേഹത്തിൽ ഒരു ആൻറ്റിജനും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തും ബ്ലഡ് വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ O നെഗറ്റീവ്, അതായത് എയും ഇല്ല, ബിയും ഇല്ല, പിന്നെ റീസസ് ആൻറ്റിജനും ഇല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതായത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് വേറെ ആരുടെ അടുത്തും ബ്ലഡ് വാങ്ങിക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങളുടെ അടുത്ത് ആൻറ്റിജൻ ഇല്ല. അപ്പോൾ അതേപോലെ ഒരു ആൻറ്റിജനും ഇല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ O നെഗറ്റീവ് ഉള്ള ഒരു ആൾക്ക് ആൻറ്റിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്ക് വേണമെച്ചാൽ ബ്ലഡ് കൊടുക്കാം. ബിക്കോസ് നിങ്ങളുടെ ദേഹത്തിൽ ആൻറ്റിജനേ ഇല്ല. അപ്പോൾ ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാം. അവർക്ക് ആ ആൻറ്റിജൻ ഇല്ല, നിങ്ങളുടെ ദേഹത്തിൽ ആൻറ്റിജനുകളെ ഇല്ലാത്തതുകൊണ്ട് ബ്ലഡും അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് റിയാക്ഷൻസ് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെയാണ് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയും. അതായത് ആർക്ക് വേണമെച്ചാൽ അവർക്ക് ബ്ലഡ് കൊടുക്കാം. അതേപോലെ ഇപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ, AB പോസിറ്റീവ്. അവർക്ക് A ആൻറ്റിജൻ ഉണ്ട്, B ആൻറ്റിജൻ ഉണ്ട്, റീസസ് ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് AB പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇവർക്ക് ആരുടെ അടുത്ത് വേണമെങ്കിൽ ബ്ലഡ് വാങ്ങിക്കാം. ബിക്കോസ് ഈ 3 ആൻറ്റിജനും നിങ്ങളുടെ അടുത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ബ്ലഡ് ഗ്രൂപ്പിനും നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് A ആൻറ്റിജൻ നിങ്ങളുടെ ദേഹത്തിലുണ്ട്, പക്ഷേ B ആൻറ്റിജൻ ഇല്ല, റീസസ് ആൻറ്റിജൻ നിങ്ങളുടെ ദേഹത്തിലുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ A പോസിറ്റീവാണ്. അപ്പോൾ B ആൻറ്റിജൻ ഉള്ള ഒരു വ്യക്തിക്കും നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ അർത്ഥം. A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് B ആൻറ്റിജൻ ഉള്ള ഒരു വ്യക്തി ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റും. അതായത് B പോസിറ്റീവ് കൊടുക്കാൻ പറ്റില്ല, AB പോസിറ്റീവ് കൊടുക്കാൻ പറ്റില്ല, B നെഗറ്റീവ് കൊടുക്കാൻ പറ്റില്ല, AB നെഗറ്റീവ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇവർക്ക് എല്ലാവർക്കും B ആൻറ്റിജൻ ഉണ്ട്. നിങ്ങളുടെ അടുത്താണെങ്കിൽ B ആൻറ്റിജൻ ഇല്ല. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇത് ആലോചിച്ച് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആർക്ക് ബ്ലഡ് കൊടുക്കാം, ആർക്ക് ബ്ലഡ് വാങ്ങിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. O പോസിറ്റീവ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ A ആൻറ്റിജൻ ഇല്ല, B ആൻറ്റിജൻ ഇല്ല. അപ്പോൾ എയും ബിയും ആൻറ്റിജൻ ഉള്ള ഒരു വ്യക്തിക്കും നിങ്ങൾക്ക് ബ്ലഡ് തരാൻ പറ്റില്ല. A പോസിറ്റീവ് തരാൻ പറ്റില്ല, AB പോസിറ്റീവ് തരാൻ പറ്റില്ല, A നെഗറ്റീവ് തരാൻ പറ്റില്ല, B നെഗറ്റീവ് തരാൻ പറ്റില്ല. നിങ്ങളൊരു നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള വ്യക്തിയാണെന്ന് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ AB നെഗറ്റീവ്. AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് A ആൻറ്റിജൻ ഉണ്ട്, B ആൻറ്റിജൻ ഉണ്ട്, റീസസ് ആൻറ്റിജൻ ഇല്ല. അപ്പോൾ ഒരു പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ് തരാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് A ആൻറ്റിജൻ ഉണ്ട്, B ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ഗ്രൂപ്പ് ആർക്കൊക്കെ ഏതൊക്കെ ആൾക്കാർക്ക് നമുക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ ദേഹത്തിൽ ഒരു
നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തിക്ക് നമ്മളൊരു പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്താൽ കാര്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ സംഭവിക്കും, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ അത്രമാത്രം ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കാം, ആർക്ക് ബ്ലഡ് കൊടുക്കാം എന്നുള്ളത് ചാർട്ട് ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, അത്ര ഒട്ടും ബുദ്ധിമുട്ടില്ല. വേറൊരു എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണ് എന്ന് വയ്ക്കാം. ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള നിങ്ങൾ ആരുടെ അടുത്തൊക്കെ ബ്ലഡ് വാങ്ങിക്കാം? എ ഗ്രൂപ്പുള്ളവരുടെ അടുത്തും ബ്ലഡ് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ പോസിറ്റീവ് ഗ്രൂപ്പുള്ളവരുടെ ബ്ലഡ് വാങ്ങിക്കാൻ പറ്റില്ല, ബിക്കോസ് നിങ്ങൾ നെഗറ്റീവാണ്, ബി നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്സ് എല്ലാം തന്നെ പറ്റില്ല. ഒ പോസിറ്റീവ്, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, നാലും പറ്റില്ല. ഒരു RH നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു സ്ത്രീ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുട്ടീനെ ജനിപ്പിക്കുമ്പോൾ വരുന്ന പ്രോബ്ലംസ്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് കുട്ടിക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും നിങ്ങൾക്ക് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനൊരു പ്രത്യേക പേര് തന്നെയുണ്ട്, RH നെഗറ്റീവ് പ്രഗ്നൻസി എന്ന് പറയും. മേ ബി അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ബൈ.